ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ ഷീജയും വിജിനും ഒക്കെ ഉണ്ട്. ഷീജ, ഈ 64,000 അടിയുള്ള ചതുരശ്ര അടിയുള്ള ജർമ്മൻ പന്തലൊക്കെയാണ്. അത് തീ പിടിക്കില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. നടുക്ക് ഈ തടസ്സങ്ങളായി കോൽ നാട്ടൽ അതൊന്നും ഉണ്ടാകില്ല, വളരെ ക്ലിയർ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഐക്കണാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന അല്ലേ വേദി. തീർച്ചയായും അജിംഷാദ്, ഏതായാലും 63ാമത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടി തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു രാത്രി മാത്രം ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ പകലാകുമ്പോഴേക്കും തലസ്ഥാനം കലസ്ഥാനമായി മാറും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് ഈ കലോത്സവത്തിന്റെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയം, അതായത് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത് MT നില എന്നുള്ളതാണ് ഈ പ്രധാന വേദിയുടെ പേര്. ഇവിടെ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ വേദി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അവസാനവട്ട റിഹേഴ്സലൊക്കെ, നാളത്തെ സ്വാഗത ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം, അതിൻ്റെ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാമണ്ഡലത്തിലെ കുട്ടികളാണ് ഈ നൃത്താവിഷ്കാരം ഇവിടെ അവതരിപ്പിക്കുന്നത്. നാളത്തെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ അതൊക്കെയാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പം നമ്മുടെ കൈരളി ന്യൂസിൻ്റെ ടീം കൂടി ചേരുന്നുണ്ട്. പല ഭാഗത്ത് നിന്നായി ഇപ്പോൾ ഇതിനകം തന്നെ ജോസിലും സുലേഖയൊക്കെ ചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മുടെ മേഘ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ സ്വർണ്ണക്കപ്പിനൊപ്പം പര്യടനം നടത്തുന്ന വിജിനുണ്ട്. അതെ, കോഴിക്കോട് നിന്ന് നമ്മുടെ മേഘ വന്നിട്ടുണ്ട്. മേഘയ്ക്കാണെങ്കിൽ കലോത്സവത്തിന്റെ കൂടുതൽ പരിചയം കൂടിയുണ്ട്. കാരണം കോഴിക്കോട് അങ്ങനെ വിവിധ കലോത്സവങ്ങളിൽ പങ്കെടുത്തൊരു ഈ റിപ്പോർട്ട് ചെയ്തൊരു അനുഭവം കൂടിയുണ്ട്. മേഘയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. മേഘ, കോഴിക്കോട് നിന്ന് തലസ്ഥാനത്തേക്ക് എത്തിയിട്ട് ഷീജ, കലോത്സവം ശരിക്കും ഒരു വികാരമാണ്. അത് പഠിക്കുന്ന കാലത്താണെങ്കിലും ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ട് കലോത്സവം എവിടെ ഉണ്ടെങ്കിലും നമുക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മേഘ നർത്തകിയാണ്. തീർച്ചയായും അങ്ങനെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡാൻസൊക്കെ അത്യാവശ്യം കളിച്ചിട്ടുമുണ്ട്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടറുടെ കുപ്പായം അണിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം വലിയ ആഘോഷത്തിലാണ് ജിംഷാദ്. ഇപ്പോൾ പ്രധാന വേദിക്ക് അരികിലാണ് നമ്മൾ നിൽക്കുന്നത്. നൃത്താവിഷ്കാരം ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരം വലിയ കാഴ്ച കാണാൻ, വിദ്യാർത്ഥികളുടെ മേള കാണാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയുള്ള 4 ദിവസം ഉത്സവ കാഴ്ചകൾ തന്നെയാണ് തിരുവനന്തപുരം സാക്ഷിയാവുക. 25 വേദികളിലെ 249 ഇനങ്ങൾ. ഇത്തവണ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലേ കലോത്സവത്തിന്? അതെ, ഇത്തവണത്തെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത് പ്രാദേശിക ഇനങ്ങൾ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ നൃത്തങ്ങൾ. കാരണം അങ്ങനെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ച് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ള തുടർ നടപടി എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്വന്തം സ്ഥലത്തെ, അതായത് പുള്ളി തിരുവനന്തപുരത്തെ മന്ത്രിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പുള്ളിയുടെ കലോത്സവം നടത്തുമ്പോൾ പുള്ളിക്ക് വെള്ളാർമലയിലെ കുട്ടികൾ എത്തുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഉള്ളൊരു കലോത്സവം തന്നെയാണ് ഇത്തവണത്തേതെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് വിജിൻ, സ്വർണ്ണക്കപ്പിന്റെ ആവേശം രാവിലെ മുതൽ അതിന്റെ പിന്നിലായിരുന്നല്ലോ? അതെ, ആവേശത്തിൽ തന്നെയാണ്. സൗണ്ടൊക്കെ അടഞ്ഞു. വലിയ ആവേശത്തിലായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പോയി ഈ ഒന്നാമത് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം. അതിൻ്റെ ഇടയിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അതിൻ്റെ ഒരു ആവേശം തന്നെയാണ്. എന്തായാലും കുട്ടികൾക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ വലിയ ആവേശം തന്നെയാണ്. കലോത്സവം അവർ കളറാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരൊക്കെ നാളെ മുതൽ ഇങ്ങോട്ട് ഒഴുകിയെത്താനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സ്വർണ്ണക്കപ്പ് കാണാനും അതുപോലെ തന്നെ അത് സ്വീകരിക്കാനും ഒക്കെയായി വലിയ ജനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അവർ പല വേഷങ്ങൾ അണിഞ്ഞൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും എത്തിയത്. ഒപ്പം തന്നെ തെയ്യക്കോലങ്ങളായി മാറി, പല രൂപങ്ങളായി മാറി. അങ്ങനെ ദഫ്മുട്ട്, ചെണ്ടമേളം, അങ്ങനെ ഇതൊക്കെയായി വലിയ ഒരു ആരവം തീർത്തുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു അവർക്ക് കലോത്സവത്തിന് തൊട്ട് മുമ്പിലത്തെ ദിവസവും ഉണ്ടായത്. എന്തായാലും അജിംഷാദ്, നാളെ കൊണ്ട് ഈ തിരുവനന്തപുരം നഗരം ഈ കുട്ടികളെ കൊണ്ടങ്ങ് അറിയും. നമ്മൾ പല മേളകളും പല പരിപാടികളും സാംസ്കാരിക പരിപാടിയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അതുപോലെയല്ല, ഇത് കുട്ടികളുടെ ഒരു ആരവം തന്നെയായിരിക്കും നാളെ മുതൽ തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് രാവിലെ മുതൽ ഔദ്യോഗിക പരിപാടികളുടെ ഒക്കെ ഒരു കേന്ദ്രമാണ് തലസ്ഥാനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം നിറച്ചാർത്തുകൾ അവിടെ ഒരുപക്ഷെ വലിയ അർത്ഥത്തിൽ ഏറ്റെടുക്കപ്പെടും മറ്റ് ജില്ലകളെയൊക്കെ എന്നതാണ് പൊതുവിൽ പറയുന്നൊരു പറച്ചിൽ. വിജിൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വിജിൻ കണ്ണൂരുകാരനാണല്ലോ.
അജിംഷാദ്, അതിലൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അതായത് അജിംഷാദ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും വിജിൻ കേട്ടില്ല. വിജിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ അതിൻ്റെ ഒരു ആവേശത്തിൽ മുഴുകി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഏതായാലും വിജിൻ അതൊന്നും കേട്ടിട്ടില്ല. എത്രത്തോളം ആവേശം സ്വർണ്ണക്കപ്പിൻ്റെതാണ് ചോദിച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. ഒരാളുടെ ഒരു എൻട്രി കൂടി പരിചയപ്പെടുത്താം. അത് വിജിൻ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഉചിതം. നമ്മുടെ കൈരളി കുടുംബാംഗമാണ്. നമ്മളൊക്കെ ഹേ പ്രഭു എന്ന് പേരിട്ട് വിളിക്കുന്ന അരവിന്ദാണ് നമ്മുടെ കൈരളിയുടെ ഡിജിറ്റൽ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാകും. IFFK റിപ്പോർട്ട് ചെയ്യാനൊക്കെ വന്ന ആളാണ്. ഹേ പ്രഭു, എങ്ങനെയുണ്ട് കലോത്സവം? പരിപാടി കളറാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് കലാപ്രതിഭകളുടെ ഉദയം തന്നെയാണ് കലോത്സവം എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇനി വരുന്ന 4 ദിവസം കലസ്ഥാനമായി മാറുകയും ഒരുപാട് കലാപ്രതിഭകളെ നമുക്ക് കിട്ടുന്ന ഒരു വേദിയും കൂടെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പ്രത്യേകതകൾ കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളാർമലയിലെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളത് ഏറ്റവും അധികം നമ്മൾ സന്തോഷിക്കുന്നതും അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അതുപോലെ തന്നെ ഇനി ഒരുപാട് കുട്ടികൾ വരട്ടെ. അതുപോലെ സിനിമയിലേക്കും ഒരുപാട് ആൾക്കാർ കടന്നു വന്നിട്ടുള്ള ഒരു വേദിയാണ് കലോത്സവം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് പ്രതിഭകളെ നമുക്ക് കിട്ടട്ടെ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. അപ്പോൾ കൈരളിയുടെ ടീം ഒന്നാകാൻ വേണ്ടി സജ്ജമല്ലേ? അരവിന്ദിന്റെ എന്തോ പ്രത്യേക പരിപാടികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്താണത്? എന്തെങ്കിലും സർപ്രൈസ് ആണോ അതോ വെളിപ്പെടുത്താൻ സാധിക്കുമോ? സർപ്രൈസുകൾ, പ്രത്യേക കലാപരിപാടികളുണ്ട്. സർപ്രൈസുകൾ എന്റർടൈൻ ചെയ്യുന്നതായിരിക്കും. അതെ, ഉറപ്പായിട്ടും. കാരണം എല്ലാ വിധത്തിലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അവർ വരുമ്പോൾ നമ്മൾ അവരെ എൻജോയ് ചെയ്യും, എന്റർടൈൻമെന്റ് ചെയ്ത് വേറെ ആരാ ചെയ്യുക? അപ്പോൾ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ മുമ്പിലേക്ക് വർണ്ണശബളമായ സർപ്രൈസുകളായിരിക്കും. അപ്പോൾ വി ആർ റെഡി. അതെ, കുട്ടികൾ തലയിലെ തൊപ്പി ചോദിക്കും, കൊടുക്കരുതെന്നാണ് അജിംഷാദ് പറയുന്നത്. അത് ജന്മം ഉണ്ടെങ്കിൽ അരവിന്ദ് കൊടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സർപ്രൈസിന്റെ പാക്കേജ് തന്നെ അരവിന്ദ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കൈരളിയുടെ സർപ്രൈസ് ആയിട്ട് തന്നെ പുറത്തുവിടുന്നതായിരിക്കും. അതിൻ്റെതായിട്ടുള്ള എല്ലാ തലത്തിലും കൈരളി എല്ലാ ഇടങ്ങളിലും എത്തി കൃത്യമായ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ ഒക്കെ പങ്കുവയ്ക്കും. നമുക്കിപ്പോൾ ആ ഒരു ദൃശ്യാവിഷ്കാരം അവിടെ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു അജിംഷാദ്. അതായത് നാളെ നടക്കാൻ പോകുന്ന ഉദ്ഘാടന പരിപാടിയിൽ സ്വാഗത ഗാനത്തിൻ്റെ നൃത്ത ആവിഷ്കാരം അതാണിപ്പോൾ നടക്കുന്നത്. കലാമണ്ഡലത്തിലെ കുട്ടികളാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ 64,000 ചതുരശ്രയിൽ ഒരുക്കിയ ഈ ജർമ്മൻ പന്തൽ, അതിൻ്റെ പ്രത്യേകതയുണ്ട്. 10,000 പേർക്ക് ഒരുമിച്ചിരിക്കാം. അവിടെയാണ് നാളെ, ഇപ്പോൾ ഷീജ നിൽക്കുന്ന ഈ പ്രധാന വേദിയിലാണ് നാളെ ഈ സ്വാഗത സംഘത്തിൻ്റെ യഥാർത്ഥ നൃത്തം അരങ്ങേറുക അല്ലേ? ഈ സ്വാഗത നൃത്തം, അതിൻ്റെ പ്രാക്ടീസാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് നാളെ, അതായത് 63ാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു അവരുടെ അവസാനവട്ട റിഹേഴ്സലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും നമുക്കിപ്പം മറ്റ് ചിലർ കൂടി ചേരുന്നുണ്ട്. അവരുടെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ജർമ്മൻ പന്തലിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം എന്നാണ് തോന്നുന്നത്. ഏതായാലും എനിക്കൊപ്പം ഒരു കുഞ്ഞതിഥി കൂടിയുണ്ട്. ഏതായാലും എൻ്റെ ഒപ്പം ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ വ്യക്തി ആരാണ് എന്നുള്ള സർപ്രൈസൊക്കെ അവൾ തന്നെ പറയുന്നതായിരിക്കും. ആരാണ്, എന്താണ് ഇവിടെ പ്രധാന റോൾ എന്നുള്ള കാര്യം കൈരളി പ്രേക്ഷകരോട് പങ്കുവയ്ക്കില്ലേ? അപ്പം സ്വന്തമായിട്ട് പരിചയപ്പെടുത്തിക്കോ. ഞാനായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നില്ല. എല്ലാ തവണയും ഞാനാണ് പരിചയപ്പെടുത്തുന്നത്. ഇത്തവണ ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പോൾ എന്താണ് കൈരളിക്ക് വേണ്ടി തന്നെ വിവരങ്ങൾ പറഞ്ഞു? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമ. ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. എന്നെ സംബന്ധിച്ച് കലോത്സവത്തിലെ ഒരു പാർട്ടിസിപ്പൻറ്റ്, ഒരു പങ്കെടുക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിലായിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മലയാള പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നപ്പോഴും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൊല്ലത്തെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ ഒരധിക ചുമതല കൂടി വന്നിട്ടുണ്ട്. ഈ കലോത്സവത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ അവതരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കൊല്ലം മത്സരത്തിന് പോകുക, പങ്കെടുക്കുക, തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു റോള്. പക്ഷേ ഇത്തവണ ആ ഒരു കലോത്സവത്തിൻ്റെ ആ ഒരു
അവതരണം തന്നെ കിട്ടിയത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും നാളെ തന്നെയാണ് അവതരണവും മത്സരവും നാളെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ പല ജില്ലകളിൽ നിന്നും നമ്മുടെ കൂട്ടുകാർ പല മത്സരങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. എല്ലാ കൂട്ടുകാരും കലോത്സവം മാർക്കുകൾക്കും ഗ്രേഡുകൾക്കും ഒക്കെ അപ്പുറത്ത് കുട്ടികളുടെ ഒരു ഉത്സവമായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അജിംഷാദ്, ഉമ്മ ഇവിടെ ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ അതിന്റെ മെയിൻ ആങ്കർ ആണ്. അപ്പോൾ ഉമ്മ ഇവിടുത്തെ അവതരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും ആ പരിപാടി പൂർത്തിയാക്കുക, അടുത്ത വണ്ടി കയറുക, ഓടുക. അതായത് ആദ്യത്തെ പെർഫോമൻസ് എവിടെയാണ് വേദി? വേദി എവിടെയാണ്? വേദി 20-ലാണ് മത്സരം നടക്കുന്നത്, പ്രസംഗ മത്സരം നടക്കുന്നത്. അതെ, അപ്പൊ ഇവിടെ നിന്നും നേരെ വേദി 20-ലേക്ക് ഓടുക എന്നുള്ളതാണ് ഉമ്മയ്ക്കുള്ള പ്രധാന പരിപാടി നാളത്തെ എന്ന് പറയുന്നത്. ഏതായാലും ഉമ്മയാണ് ഈ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെച്ചത്. ഉമ്മ ഇതിനു മുമ്പും നമ്മൾ കൈരളി പ്രേക്ഷകർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കാരണം ചെറിയ ഇപ്പോ 9ാം ക്ലാസ് ആണ്. ഇതിന് മുന്നോടിയായി തന്നെ നമ്മുടെ വിവിധ പരിപാടികൾ സ്കൂളുമായി ബന്ധപ്പെട്ടെടുക്കാനൊക്കെ പോകുമ്പോൾ കോട്ടൺ ഹില്ലിൽ നമ്മളുടെ സ്ഥിരം ഇര ഉമ്മ തന്നെ ആകാറാണ് പതിവ്. അപ്പോൾ ഏതായാലും ആ ഉമ്മ തന്നെയാണ് ഇത്തവണത്തെ 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ അവതാരക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എനിക്കും പ്രത്യേകമായി ഒരു സ്വകാര്യമായിട്ടുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അതുകൂടി പങ്കുവയ്ക്കുന്നു. ഏതായാലും നന്ദി. അപ്പം നാളത്തേക്ക് പെർഫോമൻസിന് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ രീതിയിലാണ് ജിംഷാദ്. അപ്പം നിരവധി കുട്ടികളും ആണ് അവരുടെ കലാപ്രകടനങ്ങൾ ഈ ഒരു കലോത്സവത്തിലൂടെ ഉമ്മ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഒരു സ്പിരിറ്റാണ്. കാരണം അതിലെ പങ്കാളി എന്ന അർത്ഥത്തിൽ. കാരണം നാം പല ഘട്ടങ്ങളിലും കാണാറുണ്ട് ഈ മത്സരത്തെ അനാരോഗ്യമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന. അതിനെ നിരോധിക്കാനായി സർക്കാരുകൾ പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന കലാപ്രതിഭ ഇങ്ങനെയൊക്കെയുള്ള പട്ടങ്ങളൊക്കെ അല്ലെങ്കിൽ അതൊക്കെ മാറുന്നു. പക്ഷേ എന്നിരുന്നാലും കുട്ടികളുടെ ഇടയിൽ വരേണ്ട ഒരു സ്പിരിറ്റുണ്ട് ഈ കലയുമായി ബന്ധപ്പെട്ട്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. കാരണം ഇതിൽ പങ്കാളിയാവുക, അത് ആസ്വദിക്കുക, അതിനെ അനുഭവമാക്കുക, അത് വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുക, അത് സാമൂഹികമായി പ്രതിഫലിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടമാണ് ഈ കലോത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മത്സരിക്കുക, 1ാം സ്ഥാനം നേടുക, ഇങ്ങനെ ഒരു തീവ്രമായ ശ്രമവും അതിൻ്റെ ആ ഒരു മത്സര സ്വഭാവവും അതിൻ്റെ അനാരോഗ്യതയിലേക്ക് പോകുന്ന ഒരു രീതി ശരിയല്ല. അത് ഉമ വ്യക്തമായി പറഞ്ഞു അതിനെക്കുറിച്ച്. തീർച്ചയായും ജിംഷാദ്, ഉമ പറഞ്ഞതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികളും ഇതിനൊപ്പം ആ രീതിയിൽ തന്നെയാണ് ചേരുന്നത്. കാരണം ആ ഒരു സന്ദേശം തന്നെ ഉമയെ പോലുള്ള നിരവധി കുട്ടികൾ പറയുമ്പോൾ അത് വലിയൊരു സന്ദേശം തന്നെയായിരിക്കും നൽകുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല.